നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്കെല്ലാവർക്കും ബേക്കറിയിലൊക്കെ വാങ്ങിക്കുന്ന നമ്മുടെ ഫിഷ് ലോഫിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ള നല്ലൊരു ലോഫാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഞാനിവിടെ 4 കപ്പ് മൈദ ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യമായിട്ടുള്ളത് ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ വലിയൊരു ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയുടെ ചേർത്ത് നന്നായിട്ട് കൈവച്ച് ഇതെല്ലാ ഭാഗത്തും മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇളം ചൂടുള്ളൊരു പാല് ഞാൻ ഇതിൽ ചേർത്തിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ മൊത്തം ചൂടുള്ള പാല് ചേർത്തിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കുറച്ച് കുഴച്ചൊന്ന് ലെവലായ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 10 ഗ്രാം ബട്ടർ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഡോ എത്രത്തോളം നന്നാന്നോ അത്രത്തോളം നമ്മുടെ ഈ ലോഫ് നന്നായി കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് കുഴച്ച് വെച്ച ശേഷം ഇതൊന്ന് എണ്ണമയം പുരട്ടിയിട്ട് നമുക്കൊന്ന് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഇത് പൊങ്ങി വരുമ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാൻ ചിക്കന് ഒരു 300 ഗ്രാം വേവിച്ചെടുത്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ. അത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് വെക്കണം ആദ്യം തന്നെ. പിന്നെ അടുത്തതായിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ട് ഒന്ന് വാട്ടിയ ശേഷം അതിലേക്കൊരു കുറച്ച് മീഡിയം സൈസുള്ള ഉള്ളി കൊത്തി എരിഞ്ഞ് ചേർത്തിട്ട് നന്നായി വാട്ടുക. ആ വാടിയതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി കഷ്ണം ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് അതും നന്നായി വാട്ടിയെടുക്കുക. അപ്പോൾ ക്യാരറ്റ് ആദ്യം ചേർത്തത് അതിന് കുറച്ച് വേവ് കൂടുതലുള്ളത് കൊണ്ടാണ്. അതിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് നന്നായി വാട്ടി അതിൻ്റെ പച്ചമണം മുഴുവനായിട്ടും പോകത്തക്ക വിധത്തിൽ വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് പാല് ചേർത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. പാലിലാണ് നമ്മൾ ഈ ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2.5 കപ്പോളം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടൈപ്പ് ക്യാപ്സിക്കം ചെറുതായി കട്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ 3 കളർ ഉള്ളത് കൊണ്ട് ചേർത്താണ്. നിങ്ങളുടെ കയ്യിൽ 3 കളർ ക്യാപ്സിക്കം ഇല്ല എന്നുണ്ടെങ്കിൽ പച്ച മാത്രമാണ് ഉള്ളതെങ്കിൽ അങ്ങനെ അത് മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ നോക്കിയിടണം. കാരണം നമ്മളിതിൽ ചിക്കന് വെന്ത വെള്ളം ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്തായാലും ചിക്കൻ വേകുമ്പോൾ ഉപ്പ് ഇടുമല്ലോ. കുരുമുളക് പൊടി അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കൻ വേകുമ്പോൾ. അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇതിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂണോളം. പിന്നെ ഒരു 2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൽ വലിയ കാര്യമായിട്ടുള്ള എരിവൊന്നുമില്ല, അതുകൊണ്ട് തന്നെ 2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്തത്. പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ പൊടിച്ച് വെച്ച ചിക്കനാണിത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ച് വെക്കാന്ന് മീൻസ് ഞാനൊന്ന് ക്രഷാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് കുറുക്കി എടുക്കണം. ഈ ഒരു പാലിൽ കിടന്ന് ഈ ചിക്കനും ഈ ഫില്ലിങ്സ് എല്ലാം അടക്കം നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. ഇതിൽ ചിക്കൻ്റെ അകത്ത് ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ ഉപ്പിടുമ്പോൾ ലാസ്റ്റോട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഉപ്പ് കൂടിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് ലൂസാണെങ്കിലും ഇതിപ്പോൾ ഏകദേശം മസാല ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടെ കുറുകിക്കോളും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കുഴച്ച് വെച്ച ഡോ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി ഡോ ആണ്. ഇനി നമുക്കിത് ബൗൾസാക്കി എടുക്കാം. ഈ മാവന്നെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു മാവായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് കട്ടാക്കി ചെറിയ ചെറിയ ബോൾസാക്കി എത്രത്തോളം നമുക്ക് വലിപ്പം വേണം അതിനനുസരിച്ച് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ബോളായിട്ട് ഇത് ഉണ്ട പിടിച്ചെടുക്കാം. എന്നിട്ട് ഇത് പരത്തിയിട്ട് നമുക്ക് ഒരു ലോഫിൻ്റെ ഒരു ഫിഷിൻ്റെ ആകൃതിയിൽ ആക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
ഒന്ന് ബെല്ലൈക്കണൊക്കെ ഓണാക്കി വെക്കുക. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഇനി അടുത്ത് നമുക്ക് ഒരു ബോളെടുത്ത് പരത്തി ഒരു മീഡിയം ഈ അളവിൽ അനുസരിച്ച് നമുക്ക് എത്രത്തോളം വലിപ്പം വേണം അത്രത്തോളം വലിപ്പത്തിൽ നമ്മളിത് പരത്തിയെടുക്കുക. എന്നിട്ട് ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ അപ്പുറം ഇപ്പുറം കട്ട് ചെയ്തെടുക്കുക. ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുക. ആ നടുഭാഗം മാത്രം ഒഴിവാക്കി വെക്കുക. ബാക്കി അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡായിട്ട് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നടുക്ക് നിങ്ങൾ ഫില്ലിങ് വെച്ച ശേഷം നിങ്ങൾ കട്ടാക്കി എടുത്താലും കുഴപ്പമില്ല. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്യൽ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത്. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം കട്ട് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ ഫില്ലിങ് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ്. നിങ്ങളിതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ എന്തായാലും ഇത് വീണ്ടും വീണ്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കും. അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കണം ആ നടുഭാഗത്ത്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് ചീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചീസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തുനിന്ന് ഒരു ലെയർ എടുത്ത് ഇങ്ങോട്ട് വെച്ച് ഇപ്പുറത്തെ ലെയർ എടുത്ത് ഇങ്ങോട്ട് ക്രോസ് ആക്കി വെച്ച് കൊടുക്കുക. ഓരോ ലെയറും അപ്പുറം ഇപ്പുറം ക്രോസ് ആക്കി വെച്ച് കൊടുക്കുക കേട്ടോ. മനസ്സിലായില്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാം. ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് മറ്റേ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. മറ്റേ സൈഡിൽ നിന്ന് എടുത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന വീഡിയോയിൽ കണ്ട പോലെ. അപ്പോൾ എല്ലാതും ഇങ്ങനെ ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് കാണാൻ, ഉണ്ടാക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. കഴിക്കാനും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിലെ ഫില്ലിങ്ങും ആ ചീസും ആ എല്ലാം ആ ചിക്കൻ്റെ സ്റ്റോക്ക് കൂടെ വരുന്നത് കൊണ്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്ങാണ്. അപ്പോൾ എല്ലാതും ഇങ്ങനെ മടക്കി നല്ല ലെവലാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് കാണുമ്പോൾ ചെറിയൊരു മീനിൻ്റെയൊക്കെ ഒരു ഷേപ്പ് വരുന്ന പോലെ തോന്നില്ലേ? ആ മുകൾ ഭാഗവും താഴ്ഭാഗം വാല് വരെ എനിക്കങ്ങനെ ആക്കാൻ പറ്റിയില്ല. ചിലതിന് പറ്റിയിട്ടുണ്ട്, ചിലതിന് പറ്റിയില്ല. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനും കഴിക്കാനും അതുപോലെ. അപ്പോൾ എല്ലാതും നമുക്ക് ഇങ്ങനെ ആക്കി എടുത്ത ശേഷം ഞാൻ ഒന്നുകൂടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കെല്ലാം ഒന്നിച്ച് കാണാം. ഇതിപ്പോൾ ആയിട്ടുണ്ട് ഒരെണ്ണം. അപ്പോൾ നമുക്കിതിന് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാം സൂക്ഷിച്ചെടുത്ത് വെക്കണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഇപ്പം എല്ലാം ഞാൻ എടുത്തിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മളൊന്ന് പരത്തിയെടുക്കുക ആദ്യം തന്നെ. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ തന്നെ ക്രോസ് ചെയ്ത് അപ്പുറം ഇപ്പുറം ലൈൻസ് ഇട്ട് കൊടുക്കുക ഒരേപോലെ. എന്നിട്ട് നമുക്ക് നടുഭാഗത്തായിട്ട് നമുക്ക് ഫില്ലിങ് വെക്കുക. അങ്ങനെ ക്രോസ് ചെയ്ത് അപ്പുറത്തിപ്പുറത്തുനിന്നും കൂടി മടക്കിയെടുക്കുക. പിന്നെ ഇതിൽ ചീസൊന്നും നിർബന്ധമേ ഇല്ല കേട്ടോ. ഞാൻ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വെച്ചതൊന്നുമല്ല, ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രം വെച്ചതാണ്. നിങ്ങൾ ഓപ്ഷനിൽ തികച്ച ഓപ്ഷനിലാണ് ചീസ്. അപ്പോൾ ഇത് രണ്ടാമത്തത് ഞാനിതിപ്പോൾ ഇവിടെ റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അതായത് ഇതുപോലെ എല്ലാം മടക്കിയെടുക്കുക. പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ടഫാണെന്ന്, പക്ഷേ ഈസിയാണ് കേട്ടോ. മടക്കിയെടുക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. നമ്മൾ ആ വേസ്റ്റ് വരുന്ന ആ ഭാഗം അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് മടക്കി കൊടുത്താൽ മതി കേട്ടോ. പുറത്ത് കാണാത്ത വിധത്തിൽ കാണില്ല, ആ ബാക്കി വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് അതിൻ്റെ അകത്താക്കി വെച്ചിട്ട് തന്നെ മടക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ടാമതും ഞാനിവിടെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി മൂന്നാമത് ഒരെണ്ണം ഉണ്ടാക്കി വെച്ചത് കാണാം. ശരിക്കും ഇത് ഫിഷ് പോലെ തന്നെ ഉണ്ടല്ലോ കാണാൻ, വാലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ ആക്കിയെടുത്ത ശേഷം ഞാൻ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് പൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് കറുത്ത എള്ള് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയില്ലെങ്കിൽ പിന്നെ ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും സ്പ്രെഡായി കൊടുക്കാം കേട്ടോ. ഞാൻ മുട്ടയാണ് ഇതിൽ സ്പ്രെഡാക്കുന്നത്. അതിന് ഇതിൻ്റെ മുകളിൽ വെളുത്ത എള്ളിനെക്കാട്ടി നല്ലത് കറുത്ത എള്ളാണ്. ഞാൻ കറുത്ത എള്ളാണ് ഇതിലിട്ട് കൊടുക്കുന്നത്.
ഇനി നമുക്കിത് ബേക്ക് ചെയ്യേണ്ട സമയമാണ്. ഇനി ഇത് നമ്മളിപ്പോൾ കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടാക്കിയ ശേഷം ഒരു 15 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തത്. എൻ്റെ ഓവനിൽ 230 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 മിനിറ്റ് ഞാനിത് ബേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് എൻ്റെ ഓവൻ്റെ കോയിൽ ഒന്ന് ചൂട് കുറവാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ഓവൻ്റെ ചൂടിനനുസരിച്ചിട്ടായിരിക്കും ഇത് ബേക്കിംഗ് ടൈമിൽ മാറ്റം ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്കിവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കി. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അപ്പോൾ അടുത്തൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഒരു കാര്യം കൂടെ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും മറന്നു പോകരുത്. എനിക്ക് ലൈക്കൊക്കെ വളരെ കുറവാണ്. നിങ്ങൾക്കൊരു നഷ്ടവും ഇല്ലാത്തൊരു കാര്യമാണ് ഒരു ലൈക്ക് തരാമെന്ന് വെച്ചാൽ. ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൽക്കാലം ബായ്.